സിറാജ് ലൈവിലേക്ക് സ്വാഗതം. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് സമസ്ത മുഷാവറ അംഗവും മർക്കസ് പ്രോ ചാൻസലറുമായ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട്. ഉസ്താദാണ് ഇന്ന് എനിക്കൊപ്പം. ആദ്യം തന്നെ എല്ലാവിധ അഭിനന്ദനങ്ങളും. താങ്ക് യു. ഉസ്താദ് നിരവധിയായ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. ഇപ്പം മർക്കസ് പ്രോ ചാൻസലറാണ്, സമസ്ത മുഷാവറ അംഗമാണ്. ഇതിനു മുമ്പ് തന്നെ സർക്കാരിൻ്റെ ആരാധനാലയങ്ങളുടെ സെൻസസുമായി ബന്ധപ്പെട്ട കമ്മിറ്റിയിൽ ഉസ്താദ് പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ ഹജ്ജ് കമ്മിറ്റി അതിൽ നിന്ന് കുറെ കൂടി വ്യത്യസ്തമാണ്, കുറച്ചുകൂടി വെല്ലുവിളി നിറഞ്ഞതാണെന്ന് വേണമെങ്കിൽ പറയാം. എന്താണ് ഉസ്താദ് ഈ ഘട്ടത്തിൽ ആദ്യമായിട്ട് പറയാനുള്ളത്? ഹജ്ജ് കമ്മിറ്റി അതിൻ്റെ ചെയർമാനായാലും അതിൻ്റെ മെമ്പർമാരായാലും ഒക്കെ രംഗത്തിറങ്ങി കഠിനാധ്വാനം ചെയ്തെങ്കിൽ മാത്രമേ ഹജ്ജ് കമ്മിറ്റിയെ കൊണ്ട് ഉദ്ദേശിക്കപ്പെട്ട ലക്ഷ്യം നേടിയെടുക്കാൻ പറ്റുള്ളൂ. ശരിയാണ്, എനിക്ക് ഈ ഫീൽഡ് തീരെ പരിചയം ഇല്ലാത്തതാണ്. അതേസമയം ഗവൺമെൻറ് തന്നെ ഹജ്ജിന് പോയ അനുഭവമുണ്ട്, പ്രൈവറ്റ് ഗ്രൂപ്പുകളിൽ ഹജ്ജിന് പോയ അനുഭവമുണ്ട്, ഹാജിമാരുമായിട്ട് ട്രെയിനിങ് ക്ലാസ്സുകളിലും മറ്റും ഇടപെട്ട പരിചയമുണ്ട്. അതുകൊണ്ട് ആ നിലക്ക് ചില പ്രയാസങ്ങൾ ഇതിൽ ഉണ്ടാകും എന്നുള്ള ധാരണ ഇപ്പോൾ തന്നെയുണ്ട്. അതായത് ഇതൊരു വെല്ലുവിളി നിറഞ്ഞ ദൗത്യം തന്നെയാണ്. അതേസമയം നമ്മുടെ കേരള ഗവൺമെൻറ്, പ്രത്യേകിച്ച് നമ്മുടെ ഹജ്ജ് മന്ത്രി മിനിസ്റ്റർ വി അബ്ദുറഹ്മാൻ സാറിൻ്റെ നേതൃത്വത്തിൽ ഇപ്പം ഈ കഴിഞ്ഞ 2 ടേമിൽ ബഹുമാനപ്പെട്ട സി മുഹമ്മദ് ഫൈസി ഉസ്താദ് അവർകൾ ചെയർമാനായി പ്രവർത്തിച്ചപ്പോൾ മുൻകാലത്തൊന്നും ഹജ്ജ് കമ്മിറ്റിക്ക് ഹാജിമാർക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്ന ആ കാലഘട്ടത്ത് ചെയ്യാൻ കഴിഞ്ഞിരുന്ന പ്രവർത്തനങ്ങളെക്കാൾ വലിയ മികവോടുകൂടി ഒരുപാട് കാര്യം ചെയ്യാൻ കഴിഞ്ഞു. തീർച്ചയായിട്ടും അന്ന് ആ ടീമിലുണ്ടായിരുന്ന പലരും പുതിയ ഹജ്ജ് കമ്മിറ്റിയിലും മെമ്പർമാരാണ്, അനുഭവ സമ്പത്തുള്ളവരാണ്. അവരൊക്കെ എല്ലാ അർത്ഥത്തിലുള്ള അസിസ്റ്റൻസും പ്രോമിസ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല മന്ത്രി പ്രത്യേകിച്ച് തന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാൻ തയ്യാറാണ് എന്ന് ഓഫർ നൽകിയിട്ടുണ്ട്. പിന്നെ നമ്മളെ ഈ ഒരു ഫീൽഡിലേക്ക് വരുന്നത് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദിൻ്റെ നിർദ്ദേശപ്രകാരമാണ്. അപ്പോൾ അവരുടെയൊക്കെ പ്രാർത്ഥനയും സപ്പോർട്ടും എല്ലാം ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഒരു ഈസി പ്രോസസ്സിൽ ആയതുപോലെ വെൽ ബിഗൺ ഈസ് ഹാഫ് ഡൺ എന്നാണല്ലോ. അപ്പോൾ അതുകൊണ്ട് സ്മൂത്തായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അങ്ങനെ തന്നെയാണ് പ്രതീക്ഷ. ഇപ്പം കഴിഞ്ഞ കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം കോവിഡ് കാലത്തടക്കം വലിയ സ്ട്രഗിൾ നേരിട്ടൊരു ഘട്ടത്തിൽ നേതൃത്വം നൽകിയതാണ് സി ഉസ്താദും ഉസ്താദും തമ്മിൽ സഹപ്രവർത്തകരാണ്, ദീർഘകാലത്തെ ബന്ധമുണ്ട്. ഈ കഴിഞ്ഞ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ ഉസ്താദ് എങ്ങനെയാണ് വിലയിരുത്തുന്നത്? കഴിഞ്ഞ കമ്മിറ്റിയുടെ ചെയർമാനായ സി ഫൈസി ഉസ്താദുമായിട്ടുള്ള ബന്ധം തന്നെയാണ് അവസാന റൗണ്ടിൽ ഈ ചെയർമാൻ സ്ഥാനം ഏറ്റെടുക്കാം, അതൊരു ഇമ്പോസിബിൾ ടാസ്ക് അല്ല എന്ന് എനിക്ക് ചിന്തിക്കാനും കോൺഫിഡൻസ് ഉണ്ടാക്കിയത്. കാരണം ഞങ്ങൾ ഒരുമിച്ച് ഒരേ കേന്ദ്രത്തിൽ തന്നെ ആയതുകൊണ്ട് എന്ത് വിഷയത്തിലും കൺസൾട്ടേഷൻ വളരെ എളുപ്പമാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയെപ്പറ്റി അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനത്തെപ്പറ്റി എൻ്റെ വിലയിരുത്തൽ എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ഇതുവരെ ആ കമ്മിറ്റിയെ വിലയിരുത്തണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ പോലും ഇന്നലെ ഹജ്ജ് കമ്മിറ്റിയുടെ മീറ്റിങ്ങിൽ, പുതിയ ചെയർമാനെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയുള്ള മീറ്റിങ്ങിൽ മിനിസ്റ്റർ തന്നെ വളരെയധികം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 100% അപ്രീസിയേഷനാണ് കഴിഞ്ഞ കമ്മിറ്റിയെപ്പറ്റി അദ്ദേഹം ഞങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത്. അപ്പോൾ അതുകൊണ്ട് നമുക്കതൊരു വെല്ലുവിളിയാണ്. ഇനി അതിലും മെച്ചപ്പെട്ട് വല്ലതും ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ അല്ലേ പുതിയ ഒരു അപ്രീസിയേഷൻ വരുള്ളൂ എന്നുള്ളൊരു പ്രോബ്ലം ഉണ്ട്. ഏതായാലും ആ ലെവലിലേക്ക് എന്തായാലും ഉയരാൻ ഞാൻ പറ്റൂലല്ലോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും കൂടുമ്പോൾ ആ ടാസ്ക് എളുപ്പമാവും തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇപ്പം തീർത്ഥാടകരുടെ ഭൗതിക സൗകര്യങ്ങൾ സംബന്ധിച്ച് പലപ്പോഴും ആശങ്കകൾ ഉണ്ടാവാറുണ്ട്. കേരളത്തിൽ ഏറെക്കുറെ ഭൗതിക സൗകര്യങ്ങൾ നിലവാരം പുലർത്തുന്ന സ്ഥിതിയിലാണ്. എങ്കിൽ പോലും ഒന്നുകൂടി ഭൗതിക സൗകര്യങ്ങൾ കൂട്ടാൻ ആവശ്യമായൊരു ശ്രമങ്ങൾ ഹജ്ജ് കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നുണ്ടാകുമോ? ഈ ഹജ്ജ് ആക്ട് 2002 പ്രകാരം ഈ ഹജ്ജുമായി ബന്ധപ്പെട്ട 99% കാര്യങ്ങളും കേന്ദ്ര ഗവൺമെൻറ്റും കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയുമാണ് ചെയ്യേണ്ടത്.
സംസ്ഥാനങ്ങളിലെ ഹജ്ജ് കമ്മിറ്റികൾക്ക് വളരെ ലിമിറ്റഡ് ഏരിയയിലുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യാനുള്ളൂ. എന്നാൽ പോലും ഇന്ത്യയിലെ മറ്റേത് സംസ്ഥാനങ്ങളെക്കാളും കേരള ഗവൺമെൻറ്റുകൾ കാലാകാലം ഹാജിമാർക്ക് വേണ്ടി വളരെ മുന്തിയ സേവനങ്ങൾ തന്നെ നൽകാനുള്ള ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ട്. 2023 കേരള ഗവൺമെൻറ് ഹജ്ജ് കമ്മിറ്റിയിൽ ഹജ്ജിന് പോയപ്പോൾ മദീനത്ത് വെച്ചും മക്കത്ത് വെച്ചും ഒക്കെ ഇതര സംസ്ഥാനങ്ങളിലുള്ള പല ഹാജിമാരുമായി ബന്ധപ്പെട്ടപ്പോൾ കൃത്യമായി അവർക്ക് ട്രെയിനിങ് ക്ലാസ്സുകൾ ലഭിച്ചിട്ടില്ല. മുത്തവ്വിഫ് എന്ന ഒരാളെ സംബന്ധിച്ച് അവർ കേട്ടിട്ടില്ല. നാട്ടിൽ നിന്ന് സർക്കാരിൻ്റെ കെയർ ഓഫിൽ വളണ്ടിയർമാരായി വല്ലവരും ഉണ്ടോ എന്ന് പോലും അറിയില്ല. ഇൻ കേസ് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായാൽ അവർ ആരെ കോണ്ടാക്ട് ചെയ്യണം എന്നുപോലും അറിയാത്തൊരവസ്ഥയായിരുന്നു. അതേസമയം 2023 ഞാൻ പോയപ്പോൾ നമ്മുടെ കൂടെയൊക്കെ ഉള്ള വളണ്ടിയർമാർ, ഹജ്ജ് കമ്മിറ്റി അയക്കുന്ന വളണ്ടിയർമാർ അവരുടെ സ്വന്തം സൗകര്യങ്ങളൊക്കെ അവഗണിച്ചുകൊണ്ട് അവർ വളരെ നിസ്വാർത്ഥമായി, വളരെ ആത്മാർത്ഥമായി ഹാജിമാർക്ക് വേണ്ടി ഓടിക്കതച്ച് ഏതറ്റം വരെയും പോകാൻ അവർ തയ്യാറായതാ കണ്ടത്. ആ രീതിയിൽ സേവന സന്നദ്ധരായ വളണ്ടിയർമാരും പ്രവർത്തകരും ഒക്കെ ഉണ്ടാകുമ്പോൾ ഹാജിമാർക്ക് കാര്യങ്ങൾ വലിയ ആത്മവിശ്വാസമാണ്. അവർക്ക് പ്രയാസമുണ്ടെങ്കിൽ പോലും ആ പ്രയാസം അവർക്ക് പ്രയാസം അല്ലാതായി മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഈ വളണ്ടിയർമാരുടെ കാര്യം ഉസ്താദ് സൂചിപ്പിക്കുകയുണ്ടായി. ഇപ്പം നമ്മൾ ഹജ്ജ് കമ്മിറ്റിയുടെ കാര്യത്തിൽ നോക്കുമ്പോൾ വളണ്ടിയർമാരെ തിരഞ്ഞെടുക്കുന്നതിൽ കുറേ കൂടി യാത്രാ സൗകര്യങ്ങൾ, അവരുടെ സാങ്കേതികമായ സൗകര്യങ്ങൾ, മറ്റു വിഷയങ്ങളിലൊക്കെ കൈകാര്യം ചെയ്യുന്നതിലാണ് കൂടുതൽ വളണ്ടിയർമാരുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കപ്പെടുന്നത്. അല്ലെങ്കിൽ വളണ്ടിയർമാരെ തിരഞ്ഞെടുക്കുമ്പോഴും മുൻഗണന പലപ്പോഴും അതിനാണ് ലഭിക്കുന്നത്. പക്ഷേ ഹജ്ജ് കർമ്മം എന്നതാണ് ഹജ്ജിൻ്റെ ഏറ്റവും ആധികാരികമായ കാര്യം. ഹജ്ജ് ഒരു കർമ്മമാണല്ലോ. അതുകൊണ്ട് തന്നെ കർമ്മത്തിന് കൂടി പ്രാധാന്യം നൽകുക. ആ രംഗത്ത് കൂടി ഹാജിമാർക്ക് ആവശ്യമായ ഇപ്പോൾ മസലകൾ, ഫിഖ് സംബന്ധമായ കാര്യങ്ങൾ, സംശയങ്ങളുണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നൊക്കെ രീതിയിലേക്ക് ഈ വളണ്ടിയർമാരെ മാറണമെന്ന് ഉസ്താദിൻ്റെ അഭിപ്രായമുണ്ടോ? ഈ ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ ഒരു ഗവൺമെൻറ് സംവിധാനമാകുമ്പോൾ ആ ഗവൺമെൻറ് സംവിധാനത്തിന് ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ചിട്ട് വേണം ഒരു തീരുമാനം എടുക്കേണ്ടത്. ഇപ്പോൾ മുസ്ലിം സമൂഹം ഒരുപാട് വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ ഉള്ളൊരു സമൂഹമാണ്. പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ ഈ ഫ്രാക്ഷണൽ ഡിഫറൻസ് അത് കുറച്ച് ഭീമമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കർമ്മവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ അവിടെ ഏതെങ്കിലും ഒരു ഫാക്ഷൻ്റെ കാഴ്ചപ്പാടിന് അനുസൃതമായി എന്ന് തോന്നുമ്പോൾ മറുവിഭാഗങ്ങൾ അതിനെതിരെ ഒബ്ജക്ഷൻ ഉയർത്താനുള്ള സാധ്യത ഉണ്ട്. ഇതൊക്കെ കണ്ടതുകൊണ്ടാണ് ഗവൺമെന്റ് ഈ കാലം അത്രയും നിഷ്പക്ഷത പുലർത്തുക. പിന്നെ ഈ ഹജ്ജിന് വരുന്ന ആളുകൾക്കൊക്കെ ഏതെങ്കിലും മതസംഘടനകളുമായി നല്ല ബന്ധം പുലർത്തുന്നവരോ അല്ലെങ്കിൽ ബന്ധം പുലർത്തുന്നവരോട് ബന്ധമുള്ളവരോ ആയിരിക്കും. അത്തരം സംഘടനകളൊക്കെ ഈ കർമ്മത്തിൻ്റെ ഫിഖ്ഹി അല്ലെങ്കിൽ കർമ്മശാസ്ത്രപരമായ വിഷയങ്ങളൊക്കെ പഠിപ്പിക്കാൻ നല്ലതുപോലെ ഉത്സാഹിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഗവൺമെൻറ് അത്യാവശ്യമില്ലാത്തൊരു വിഷയത്തിൽ ഇടപെട്ട് ഗവൺമെൻറ്റിന് ഒരു പേരുദോഷം ഉണ്ടാക്കുന്നത് ശരിയല്ല എന്നുള്ള കാഴ്ചപ്പാടാണ്. ഇനി അതിലെന്തെങ്കിലും മാറ്റം വരുത്തണോ, നമുക്ക് അഭിപ്രായ വ്യത്യാസം ഇല്ലാത്ത കാര്യങ്ങൾ കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കാൻ ഇനി എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ എന്നുള്ളത് ഇൻഷാ അല്ലാഹ് ഞാൻ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടല്ലേ ഉള്ളൂ. കാര്യങ്ങൾ വിലയിരുത്തിയതിനു ശേഷം പിന്നീട് തീരുമാനിക്കും. ആ മേഖലയിൽ നമ്മൾ കൂടുതൽ ചിന്തിക്കുമ്പോൾ ഇപ്പം മഹല്ല് കമ്മിറ്റികൾ പലയിടങ്ങളിലും സജീവമാണ്. അതുപോലെ തന്നെ സംഘടനാ സംവിധാനം, ഇപ്പം നമ്മുടെ സുന്നി സംഘടനകളെ നോക്കുകയാണെങ്കിൽ തന്നെ കേരളത്തിൻ്റെ എല്ലാ പോക്കറ്റുകളിലും സജീവ സാന്നിധ്യമുണ്ട്. ഇത്തരം സംഘടനകളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഹാജിമാർക്ക് ഒരു ട്രെയിനിങ് കൊടുക്കാനൊക്കെ ഹജ്ജ് കമ്മിറ്റിക്ക് മുൻകൈ എടുത്തുകൂടെ? ഞാൻ നേരത്തെ പറഞ്ഞ അതേ പ്രോബ്ലമാണ് നമ്മൾ ഏതെങ്കിലും മഹല്ല് കമ്മിറ്റികളെ ഉപയോഗപ്പെടുത്തുമ്പോഴും ഗവൺമെൻറ്റിന് നേരിടേണ്ടി വരിക. കാരണം മഹല്ലുകളും ഈ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗവുമായി പ്രത്യേക ബന്ധം കാത്തു സൂക്ഷിക്കുന്നവരായിരിക്കും. ആ മഹല്ലുകാരെ മാത്രം ഉപയോഗപ്പെടുത്തുക എന്നുള്ളൊരു പരാതി വരാനുള്ള സാധ്യത ഉണ്ട്. ഏതായാലും പരാതി വരാത്ത രീതിയിൽ ഇപ്പോൾ ഉന്നയിക്കപ്പെട്ട ഈ ചോദ്യത്തിന് നമുക്ക് എങ്ങനെ അഡ്രസ്സ് ചെയ്യാൻ പറ്റും എന്നുള്ളത് തീർച്ചയായിട്ടും ഗൗരവമായ ആലോചനയ്ക്ക് വിധേയമാക്കപ്പെടുന്നതാണ്. ഇപ്പോൾ കേരളത്തിൽ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഹാജിമാർ പോകുന്ന സംസ്ഥാനങ്ങളിൽ ഒന്ന് തന്നെയാണ് കേരളം.
പലപ്പോഴും നമ്മുടെ ഹജ്ജ് കോട്ടയിൽ നമുക്ക് ഇനിയും വർധനവ് ആവശ്യമാണ്. കൂടുതൽ ആളുകൾ, കാരണം അപേക്ഷകരിൽ വലിയൊരു പങ്കും പുറത്തു നിൽക്കേണ്ട സാഹചര്യമുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് 70 വയസ്സിനൊക്കെ മുകളിലുള്ള ആളുകൾക്ക് നറുക്കെടുപ്പ് കൂടാതെ അവസരം നൽകുന്ന സാഹചര്യം കൂടി വരുമ്പോൾ നറുക്കെടുപ്പിലൂടെ കിട്ടുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവാണ്. അർത്ഥത്തിൽ കേരളത്തിലെ കോട്ട ഉയർത്താൻ ആവശ്യമായ നീക്കങ്ങൾ ഇനിയും നടത്തേണ്ടതല്ലേ? കോട്ട ഉയർത്തുക എന്ന് പറയുമ്പോൾ നമ്മൾ ഹാജിമാർ 20,000-ത്തിലധികം അപേക്ഷയാണ് ഈ വർഷം നമുക്ക് ലഭിച്ചത്. അതിൽ നമ്മളിപ്പോൾ 15,000-ത്തിലധികം ആളുകൾ നറുക്കെടുപ്പിലൂടെയും ആദ്യഘട്ടത്തിലുള്ള വെയിറ്റിംഗ് ലിസ്റ്റ് പരിഗണനയിലൂടെയും വന്നു. കഴിഞ്ഞ വർഷം നമുക്ക് 18,000 സംതിങ് ഹാജിമാർക്ക് അവസരം ലഭിച്ചിരുന്നു. നമ്മൾ ഇനി ഇവിടെ കാണേണ്ടത് ഒരു ഗവൺമെൻറ് സംവിധാനത്തിൽ നമ്മൾ ഹജ്ജിന് ആളുകളെ കൊണ്ടുപോകുമ്പോൾ നമുക്ക് ഗവൺമെൻറ്റിന് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ കേരളത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ അപേക്ഷ എന്ന് പറയുമ്പോഴും നമ്മൾ ഇതുവരെ സ്വീകരിച്ചു വന്നിരുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ വരുന്ന വേക്കൻസികൾ, ആ വേക്കൻസികൾ പരമാവധി കേരളത്തിന് ഉപയോഗപ്പെടുത്തുക എന്നുള്ളൊരു രീതിയായിരുന്നു. അതുകൊണ്ടാണ് കഴിഞ്ഞ വർഷം 18,000+ ആയി വന്നത്. ഇനി ഇത്തവണയും നമ്മൾ അങ്ങനെ വെയിറ്റിംഗ് ലിസ്റ്റിൽ കേരളത്തിലുള്ളവർക്ക് മറ്റ് സംസ്ഥാനങ്ങളുടെ കോട്ടയിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റാൻ പറ്റുമോ എന്നിട്ട് പരമാവധി കൊണ്ടുപോകാൻ നമ്മൾ അതിന് വേണ്ടതുപോലെ ഇൻഷാ അല്ലാഹ് ശ്രമിക്കുന്നതാണ്. അതേസമയം ഹാജിമാരുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ഓരോ രാജ്യങ്ങളിൽ നിന്നും ഇതുപോലെ എണ്ണം കൂടുന്നുണ്ട് എന്നുള്ള വസ്തുതയും നമ്മുടെ ഇന്ത്യക്കാർക്ക് മാത്രമോ കേരളക്കാർക്ക് മാത്രമോ ഉള്ളതല്ലല്ലോ ഹജ്ജ്. അതുകൊണ്ട് അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചറും മറ്റു സൗകര്യങ്ങളും സൗദിയിൽ സൗകര്യം ചെയ്യേണ്ടതുണ്ട്, നമ്മളും അതിനനുസരിച്ച് നീങ്ങേണ്ടതുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് കോട്ട വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു ലോജിക്കായിട്ട് പ്രായോഗികമായിട്ട്. അതെ. ഇപ്പം കേരളത്തിൻ്റെ കാര്യം പരിശോധിക്കുമ്പോൾ കേരളത്തിന് 3 ഹജ്ജ് എംബാർക്കേഷൻ പോയിന്റുകളാണുള്ളത്. ഒന്ന് കരിപ്പൂരാണ്, കൊച്ചിയാണ്, മറ്റൊന്ന് ഇപ്പോൾ കണ്ണൂരാണ്. ഈ 3 എംബാർക്കേഷൻ പോയിന്റുകൾ വരുമ്പോൾ ഉണ്ടായ ഒരു പ്രതിസന്ധി കഴിഞ്ഞ തവണ നമ്മൾ നേരിട്ട വലിയൊരു വെല്ലുവിളിയായിരുന്നു. കരിപ്പൂരിൽ കൂടുതൽ ചാർജ്, വലിയ തുക കരിപ്പൂരിൽ അധികം നൽകണം, കരിപ്പൂർ വഴി പോകേണ്ട ഹാജിമാർ. എന്നാൽ ഏറ്റവും കൂടുതൽ ഹാജിമാർ എംബാർക്കേഷൻ പോയിന്റായിട്ട് തിരഞ്ഞെടുക്കുന്നതും കരിപ്പൂരിനെ തന്നെയാണ്. കാരണം അവിടെ ഹജ്ജ് ഹൗസ് അടക്കമുള്ള സംവിധാനങ്ങൾ കൂടി ഉണ്ട് എന്നതുകൊണ്ട് തന്നെ ഇപ്പം കഴിഞ്ഞ തവണ അതിൽ കുറേ ചർച്ചകൾ നടന്ന് സിയുസ്ഥാൻ നേതൃത്വത്തിലടക്കം ചർച്ചകൾ നടന്നതിൻ്റെ ഫലമായിട്ട് അവസാന ഘട്ടത്തിൽ കുറച്ച് കുറവ് അതിൽ കൊണ്ടുവരാൻ സാധിച്ചു. പക്ഷേ ഈ ഒരു അന്തരം ഇല്ലാതാക്കാൻ എയർലൈൻ കമ്പനികളൊക്കെ ആയിട്ട് ചർച്ച നടത്തിയിട്ട് അതിലൊരു പരിഹാരം സാധ്യമല്ല? കേന്ദ്ര ഗവൺമെൻറ് തന്നെ പലപ്പോഴും പാർലമെൻറ്റിലും മറ്റും മറുപടി രേഖാമൂലം നൽകിയതാണ്. ഈ ടിക്കറ്റ് ഫെയർ കുറക്കുക എന്നത് വിമാനക്കമ്പനികളുടെ ഒരു പ്രത്യേക സംഘടന ആ നേതൃത്വത്തിൽ തീരുമാനിക്കേണ്ടതാണ്. ഗവൺമെൻറ്റിന് അതിന് റിക്വസ്റ്റ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ എന്നതാണ്. അതേസമയം നമുക്ക് കേന്ദ്ര ഗവൺമെൻറ്റിന് ഇവിടെ ചില കാര്യങ്ങൾ ചാർജ് വർധനവ് ഒരിക്കൽ നടത്തിയാൽ ദിവസം തന്നെ ഒന്നിലധികം വട്ടം ഡൊമസ്റ്റിക്കിലാണെങ്കിൽ പ്രത്യേകിച്ച് ഇങ്ങനെയൊക്കെ ചാർജ് വർധനവിൻ്റെ ഒരു സ്വഭാവമുണ്ട്. അത് ഗവൺമെൻറ് കൺട്രോൾ ചെയ്യാൻ ആവശ്യമായ നടപടി സ്വീകരിക്കും എന്ന് കഴിഞ്ഞ ആഴ്ച കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഹജ്ജ് കമ്മിറ്റി എന്നുള്ള രീതിയിൽ സ്വന്തമായിട്ട് അതിലൊന്നും ചെയ്യാനില്ല. അതേസമയം ഹജ്ജ് കമ്മിറ്റിക്ക് നമ്മുടെ നിയമം അനുവദിക്കുന്ന രീതിയിൽ സമ്മർദ്ദവും അതുപോലെ ശുപാർശയും ഗവൺമെൻറ്റിനെ കൊണ്ട് ഏതെങ്കിലും വിധേന ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ചെയ്യണമെന്ന് പറയാനുള്ള ഓപ്ഷൻ ഉണ്ട്. പരമാവധി ഇൻഷാ അല്ലാഹ് ആ കാര്യത്തിന് മുൻഗണന നൽകുന്നതായിരിക്കും. ഈ കേരളത്തിൻ്റെ കാര്യം പരിശോധിക്കുമ്പോൾ തന്നെ നമുക്ക് 3 എംബാർക്കേഷൻ പോയിന്റുകളുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഇതിൽ കരിപ്പൂരിൽ മാത്രമാണ് ഒരു ഹജ്ജ് ഹൗസ് സംവിധാനം നിലവിലുള്ളത്. ഇപ്പോൾ ഹാജിമാർക്ക് വളരെ നല്ല രീതിയിലുള്ള ഒരു അടിസ്ഥാന സൗകര്യം ആയിട്ടത് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഇതേ മാതൃകയിൽ കണ്ണൂരിലും കൊച്ചിയിലും കൂടി ഒരു സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്ന കാര്യം പരിഗണനയിലുണ്ടാകുമോ? ഇത് തീരുമാനം എടുക്കേണ്ടത് ഹജ്ജ് കമ്മിറ്റി അല്ല, ഒന്ന് കേരള ഗവൺമെൻറ് തന്നെയാണ്. കേരള ഗവൺമെൻറ് ഹാജിമാർക്ക് വേണ്ടി ചെയ്യുന്ന സേവനം എന്തർത്ഥത്തിലും ശ്ലാഘനീയമാണ് എന്നുള്ളതിൽ തർക്കമില്ല. നമ്മുടെ കരിപ്പൂർ ഹജ്ജ് ഹൗസിൽ പുരുഷന്മാർക്ക് വേറെയും സ്ത്രീകൾക്ക് വേറെയും ബ്ലോക്കുകൾ തന്നെ നമ്മുടെ ഗവൺമെൻറ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്നലെ മന്ത്രി ഹജ്ജ് കമ്മിറ്റിയുടെ യോഗത്തിൽ പ്രത്യേകം തന്നെ പറഞ്ഞത് നമുക്ക് വൈകാതെ തന്നെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന രീതിയിൽ കണ്ണൂർ ഒരു ഹജ്ജ് ഹൗസ് തുടങ്ങണം. മന്ത്രി പറഞ്ഞത് പ്രകാരം ഈ ഡിസംബർ 17
ഹജ്ജ് കമ്മിറ്റി മെമ്പർമാർ കണ്ണൂരിൽ പോകണം എന്നും അതിന് സ്ഥലം നോക്കണം എന്നൊക്കെയാണ്. എന്നിട്ട് ഇനീഷ്യൽ വർക്ക് നമുക്ക് ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യണം. കണ്ണൂരിലും ഒരു ഹജ്ജ് ഹൗസ് വൈകാതെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ. ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം ഉസ്താദ് ദീർഘമായിട്ട് യാത്ര ചെയ്തിട്ടുള്ള ആളാണ്. അതുപോലെ വിവിധങ്ങളായ വിദേശ രാജ്യങ്ങളിലൊക്കെ ഉസ്താദ് പോയ അനുഭവങ്ങളൊക്കെ ഉണ്ട്. അത് ഈ ഒരു സ്ഥാനത്ത് പ്രത്യേകിച്ച് ഹജ്ജ് ഒരു യാത്ര കൂടിയാണല്ലോ. അപ്പോൾ അത് എത്രമാത്രം ഗുണപ്രദമാകും ഉസ്താദിൻ്റെ യാത്രാ അനുഭവങ്ങൾ? യാത്രാ അനുഭവങ്ങൾ കൊണ്ട് ഈ ഹജ്ജ് വിഷയത്തിൽ എങ്ങനെ നമുക്ക് ഉപയോഗപ്പെടുത്താം എന്ന് ചോദിച്ചാൽ, നമുക്ക് എപ്പോഴും ഉണ്ടാകുന്നൊരു പ്രശ്നമാണ് സൗദിയിലെ അധികൃതരും മറ്റുമായി സംസാരിക്കാൻ ഒരുപക്ഷെ ഭാഷാപരമായ ബുദ്ധിമുട്ട് നേരിടും. അതുപോലെ തന്നെ യാത്രാപരിചയം ഇല്ലാത്തവരാകുമ്പോൾ അവരോട് സംസാരിക്കാൻ അവസരം കിട്ടിയാൽ തന്നെ അവരോട് എന്താണ് സംസാരിക്കേണ്ടത് എന്ന കാര്യത്തെപ്പറ്റി വ്യക്തമായ ചിത്രം ഇല്ലാത്തത് പ്രശ്നമാകാറുണ്ട്. എനിക്ക് തോന്നുക ഈ യാത്രാനുഭവങ്ങളൊക്കെ ഉള്ളത് കൊണ്ടും അതേപോലെ തന്നെ സൗദിയിലടക്കം പലവട്ടം പോയതും ഹജ്ജിന് തന്നെ വിവിധ സമയങ്ങളിൽ പോയതുകൊണ്ടും അത്തരം വിഷയങ്ങളിൽ ഹജ്ജ് കമ്മിറ്റിയുമായി കൂടിയാലോചിച്ചുകൊണ്ട് നമുക്കെന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ അതിന് നേരിട്ട് തന്നെ നേതൃത്വം നൽകാൻ പറ്റും എന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസമുണ്ട്. ഇപ്പം ഹജ്ജ് എന്ന് പറയുന്നത് സമീപകാലത്ത് ഏറ്റവും ചെലവേറിയ ഒന്നായി മാറിയിട്ടുണ്ട്. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി വഴി പോവുകയാണെങ്കിൽ തന്നെ 4 ലക്ഷത്തോളം രൂപ വേണം. സ്വകാര്യ ഹജ്ജ് കമ്മിറ്റിയിലേക്ക് പോകുമ്പോൾ അത് 8 ലക്ഷത്തോളം ഒക്കെ ആയി വർദ്ധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഹജ്ജ് സബ്സിഡിയൊക്കെ നിർത്തലാക്കിയൊരു സാഹചര്യം കൂടിയാണ്. അപ്പോൾ ഒരു സാധാരണക്കാരനായ ഒരാൾക്ക്, ഒരു സാമ്പത്തിക ശേഷി കുറഞ്ഞ ഒരാൾക്ക് ഹജ്ജ് ഒരു നടക്കാത്ത സ്വപ്നമായി മാറുന്ന ഒരു സാഹചര്യമുണ്ട്. ഇവിടെ ഹജ്ജ് കമ്മിറ്റിയുടെ നേർക്ക് ഈ പാവപ്പെട്ട ആളുകൾക്ക്, ഹജ്ജ് ചെയ്യുന്ന ആളുകൾക്ക് എന്തെങ്കിലും സാമ്പത്തിക സഹായങ്ങൾ നൽകുന്ന പദ്ധതികൾ അങ്ങനെ എന്തെങ്കിലും ആലോചിക്കാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ടോ? ഹജ്ജ് കമ്മിറ്റിയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക്, അതുപോലെ ഹജ്ജുമായി ബന്ധപ്പെട്ട അത്യാവശ്യ കാര്യങ്ങൾക്ക് തന്നെ ഇന്ന് സംസ്ഥാന ഗവൺമെൻറ് അനുവദിക്കുന്ന ഫണ്ട് മാത്രമാണുള്ളത്. ഹജ്ജിന് പോകാൻ സാമ്പത്തികമായി പ്രയാസം നേരിടുന്ന ആളുകളെ കൊണ്ടുപോകാനുള്ള ഒരു പ്രോജക്റ്റ് ഹജ്ജ് കമ്മിറ്റിക്ക് എന്തായാലും അടുത്ത കാലത്തൊന്നും ആവിഷ്കരിക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. പിന്നെ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്, ആരുടെയും വലിയ ആഗ്രഹമാണ്, ഒരു മുസ്ലിമായ വിശ്വാസിയുടെ വലിയ ആഗ്രഹമാണ് ജീവിതത്തിൽ ഒരു വട്ടം തന്നെയെങ്കിലും താൻ ജീവിതകാലം മുഴുവൻ എങ്ങോട്ട് തിരിഞ്ഞ് നിസ്കരിച്ചോ ആ പുണ്യഭവനത്തിനെ അടുത്തൊന്ന് കാണുക. അതേപോലെ തന്നെ ഈ പ്രസ്ഥാനത്തിലെ ഏറ്റവും വലിയ നേതാവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അന്ത്യവിശ്രമ സ്ഥാനം സിയാറത്ത് ചെയ്യുക. ഇതൊക്കെ ആർക്കും, വിശ്വാസിയായ ആർക്കും വളരെ വലിയ സ്വപ്നമാണ്. അതേസമയം ഹജ്ജുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങൾ ഖുർആൻ നൽകുന്ന ഇടത്ത് തന്നെ ലിമൻ ഇസ്തതാഅ ഇലൈഹി സബീല എന്നാണ്. ആ ഇസ്തിത്വാഴത്ത് എന്നതിന് നമ്മുടെ പണ്ഡിതന്മാരെല്ലാവരും പണ്ട് കാലം മുതലേ വിശദീകരിച്ച് തരാറ് ശാരീരികമായി, സാമ്പത്തികമായി, അതുപോലെ തന്നെ രാജ്യങ്ങൾക്കിടയിലുള്ള റിലേഷൻഷിപ്പും മറ്റുമൊക്കെയായി ആ ഇൻ്റർനാഷണൽ റിലേഷൻഷിപ്പ്, ഇതൊക്കെ യാത്രക്ക് അനുകൂലമാകുമ്പോൾ മാത്രമേ ഹജ്ജ് നിർബന്ധമാവുകയുള്ളൂ. ആ നിർബന്ധമുള്ളവർക്ക് ഈ സ്ട്രിക്റ്റായിട്ടുള്ള സാഹചര്യം ഉണ്ടാകുമ്പം പോകണം എന്നതിലപ്പുറം ഏതെങ്കിലും ഒരു പാവം ഹജ്ജിന് പോയില്ല, ഒന്നുകിൽ അദ്ദേഹത്തിന് ശാരീരിക അവശതകളുണ്ട്, അല്ലെങ്കിൽ സാമ്പത്തിക പരാധീനതകളുണ്ട്, അതല്ലെങ്കിൽ യാത്ര ചെയ്യാൻ പറ്റിയ രാഷ്ട്രീയ അന്തരീക്ഷം അല്ലായിരുന്നു, രാജ്യങ്ങൾക്കിടയിൽ വല്ല യുദ്ധമോ അസമാധാനമോ ഒക്കെ ഉണ്ടാകുമ്പോൾ പോകാൻ പറ്റില്ല. ഇതിനൊന്നും ഒരു വിശ്വാസി ഒരിക്കലും ഹജ്ജ് ചെയ്തില്ല എന്നതിൻ്റെ പേരിൽ കുറ്റപ്പെടുത്തലിന് വിധേയമാകൂല എന്ന് ഖുർആൻ തന്നെ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ച. അതുകൊണ്ട് നമ്മുടെ ആഗ്രഹം ഏത് പാവങ്ങൾക്കും ഏതെങ്കിലും വിധേനെ ഹജ്ജിന് പോകാൻ പറ്റുമെങ്കിൽ അതിന് വേണ്ടത് ചെയ്തു കൊടുക്കണം എന്ന് തന്നെയാണ്. പക്ഷേ അത്തരം ഒരു സാഹചര്യം പെട്ടെന്നുണ്ടാക്കാൻ ഹജ്ജ് കമ്മിറ്റിയെ കൊണ്ട് മാത്രം സാധിക്കുന്നതല്ല. അതേസമയം സമൂഹത്തിലെ വലിയ സമ്പന്നരായ ആളുകൾ അവർ പലപ്പോഴും പല സാധുക്കളെയും കൊണ്ടുപോകാറുണ്ട്. അത് ഹജ്ജ് കമ്മിറ്റി എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ പോലും വ്യക്തിപരമായി അത്തരം പ്രധാനപ്പെട്ട ആളുകളെ കണ്ട് പാവങ്ങളെ ഹജ്ജിന് കൊണ്ടുപോകുന്നൊരു കാര്യം അത് ഹജ്ജ് കമ്മിറ്റി, ഔട്ട് ഓഫ് ഹജ്ജ് കമ്മിറ്റി അത് ആലോചിച്ച് ചെയ്യാവുന്നതാണെന്നുള്ളതാണ്. ഇപ്പം നമുക്കറിയാലോ,
കേരളമാണ് ഹജ്ജ് കമ്മിറ്റികളുടെ കേരളത്തിൽ ഹജ്ജ് കമ്മിറ്റിയാണ് രാജ്യത്തെ മൊത്തം ഹജ്ജ് കമ്മിറ്റികളെ വിലയിരുത്തുമ്പോൾ വളരെ അധികം പ്രാധാന്യം അർഹിക്കുന്നത്. കാരണം കൂടുതൽ തീർത്ഥാടകർ ഉണ്ട് എന്നതുകൊണ്ട് തന്നെ. അതേസമയം കേരളത്തിന് ലക്ഷദ്വീപിലെ ഹാജിമാരുടെ ചുമതല കൂടിയുണ്ട്. ചില ഘട്ടങ്ങളിൽ തമിഴ്നാട്ടിലെ ഹാജിമാരുടെ കാര്യം കൂടി നോക്കേണ്ടി വരും. അപൂർവമായി ചിലപ്പോൾ കർണാടകയിലേക്കും അത് നീളുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇത് കേരളത്തെ മാത്രം ബേസ് ചെയ്തുകൊണ്ട് മാത്രം പോകുന്ന ഒരു ഹജ്ജ് കമ്മിറ്റിയായി മാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റു സംസ്ഥാനങ്ങളിലെ ഹജ്ജ് കമ്മിറ്റികളുമൊക്കെയായി ചേർന്ന് ഈ കാര്യങ്ങളിൽ ഈ അടിസ്ഥാന സൗകര്യ വികസനത്തിലായാലും യാത്രാ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതായാലും ഒക്കെ ചർച്ചകൾ നടത്തേണ്ടി വരില്ലേ? തീർച്ചയായിട്ടും നമ്മുടെ ഏത് സംസ്ഥാനത്തിൻ്റെ ഹജ്ജ് കമ്മിറ്റി ആണെങ്കിലും അവർ കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയുമായും അതുപോലെ മറ്റ് സംസ്ഥാനങ്ങളുടെ ഹജ്ജ് കമ്മിറ്റികളുമായും ഒക്കെ ചർച്ച ചെയ്ത് അവർക്ക് സഹകരിക്കാൻ പറ്റിയ മേഖലയിൽ സഹകരിച്ചാൽ വളരെ ഫലവത്തായിരിക്കും എന്നുള്ളതിൽ തർക്കമില്ല. ആ നിലയിൽ നമുക്കെന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ, ഇനി ചെയ്തതിൻ്റെ വല്ല റിസൾട്ടും ലഭിക്കേണ്ടതുണ്ടോ, ഇതൊക്കെ ഇൻഷാ അല്ലാഹ് വൈകാതെ തന്നെ പഠന വിധേയമാക്കി ആവശ്യമായത് ചെയ്യും. ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം ഉസ്താദ് ഒരുപാട് തവണ ഹജ്ജ് ചെയ്തിട്ടുണ്ട്. നേരത്തെ ഉസ്താദ് തുടക്കത്തിൽ തന്നെ പറഞ്ഞു സ്വകാര്യ ഗ്രൂപ്പുകളിൽ ഉസ്താദിന് പോയ അനുഭവങ്ങളുണ്ട്, ഗവൺമെൻറ് ഗ്രൂപ്പുകളിൽ പോയ അനുഭവങ്ങളുണ്ട്. ഹജ്ജുമായി ബന്ധപ്പെട്ട അത്തരത്തിലുള്ള ഹൃദയസ്പൃക്കായിട്ടുള്ള എന്തെങ്കിലും അനുഭവങ്ങൾ ഈ സമയത്ത് നമ്മളോട് പറയാൻ കഴിയുന്നതുണ്ടോ? ഹജ്ജുമായി ബന്ധപ്പെട്ട് ഞാൻ എടുത്തു പറയാൻ ഉദ്ദേശിക്കുന്നത് 2023 ഞാൻ ഫാമിലി സഹിതം എൻ്റെ ഫാമിലി മെമ്പർമാരായി ഞങ്ങൾ 9 പേരുണ്ട്. ഞാൻ നേരത്തെ പ്രൈവറ്റായിട്ട് ഒന്നിലധികം പ്രാവശ്യം ഹജ്ജിന് പോയിട്ടുണ്ടായിരുന്നെങ്കിലും മിനായിലേക്ക് മക്കയിൽ നിന്ന് ദുൽഹജ്ജ് 8 രാവിലെ പുറപ്പെടുക എന്നതാണ് സുന്നത്ത്. എനിക്ക് സ്വകാര്യ ഗ്രൂപ്പിൽ പോയപ്പോൾ ദുൽഹജ്ജ് 7 തന്നെ മിനായിലേക്ക് പോകാനുള്ള അവസരമായിരുന്നു കിട്ടിയത് എങ്കിൽ നമ്മുടെ കേരള ഹജ്ജ് കമ്മിറ്റിയുടെ കീഴിൽ 2023 പോയപ്പോൾ ദുൽഹജ്ജ് 8 എങ്ങനെയാണോ മിനായിലേക്ക് പോകൽ സുന്നത്തായ സമയം ആ സമയത്ത് തന്നെ പോകാൻ കഴിയും. നമ്പർ 2, മിനായിലെ ടെൻറ്റുകളിൽ അല്പസ്വല്പം അസൗകര്യങ്ങൾ ആളുകൾ നമ്മുടെ ടെൻറ്റിലേക്ക് കണക്കാക്കപ്പെട്ടവരല്ലാത്തവരും വന്ന് കയറും. ഇതൊക്കെ സ്വാഭാവികമാണ്. എന്നാൽ പോലും ഞങ്ങളുടെ കൂടെയുള്ള എല്ലാ ഹാജിമാർക്കും വളരെ നല്ല സന്തോഷത്തിൽ ആ മിനായിലെ താമസം. അതിൻ്റെ പുറമെ അറഫ കഴിഞ്ഞുകൊണ്ട് മഗ്രിബ് ആയതിന് ശേഷം ഇശാ നിസ്കരിക്കാൻ വേണ്ടി മുസ്ദലിഫയിൽ ചെന്ന് രാപ്പാർക്കാനുള്ള സൗകര്യം, അവിടെ നേരം വെളുക്കുന്നത് വരെ രാപ്പാർക്കാൻ, സുബൈ പ്രഭാത നിസ്കാരം കഴിഞ്ഞിട്ട് അവിടുന്ന് കല്ല് പെറുക്കി എന്നിട്ട് ജംറത്തുൽ അഖബയെ എറിയാൻ വേണ്ടി പോകുന്ന എന്ന് പറഞ്ഞാൽ ആ പെർഫെക്റ്റായ രൂപത്തിൽ ചെയ്യാൻ കഴിഞ്ഞത് ഈ ഹജ്ജ് കമ്മിറ്റി പോയപ്പോഴാണ്. ഇത് ഹജ്ജ് കമ്മിറ്റി പോയ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് എന്നല്ല ഞാൻ പറയുന്നത്. മറ്റൊരു കാര്യം, കഴിഞ്ഞ തവണ കേരളത്തിൽ നിന്ന് പോയ പ്രൈവറ്റ് ഹജ്ജ് ഗ്രൂപ്പിൽ പോയവരൊക്കെ മിനായിൽ രാപ്പാർക്കാൻ അവർക്ക് ടെൻറ്റ് കിട്ടിയത് മിനായുടെ പുറത്താണ് എന്നാണ് എനിക്ക് ലഭിച്ച വിവരം. അതേസമയം സർക്കാരിൽ പോയ എല്ലാ ഹാജിമാരും കഴിഞ്ഞ തവണയും അതിൻ്റെ മുമ്പത്തെ തവണയും ഒക്കെ അവർ മിനായിൽ തന്നെയായിരുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത്തരം കാര്യങ്ങളൊക്കെ ഇനിയും ശ്രദ്ധിച്ച് ആവശ്യമായ കാര്യങ്ങൾ അതിൽ ഇടപെട്ടുകൊണ്ട് തന്നെ ചെയ്യും ഇൻഷാ. അത് മനസ്സിലാക്കുന്നത് സർക്കാർ സംവിധാനങ്ങൾ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലേ? അപ്പം അവിടുത്തെ മക്കയിൽ ഒരുക്കുന്ന സൗകര്യങ്ങളുടെ കാര്യത്തിൽ പോലും വളരെയധികം മുന്നോട്ട് പോയിട്ടുണ്ട് എന്നാണെന്നല്ലോ അതിൽ നിന്ന് മനസ്സിലാവുന്നത്. നമുക്ക് ഇടപെടാൻ പറ്റിയ കാര്യങ്ങളിൽ കേന്ദ്ര ഗവൺമെൻറ് ആയാലും സംസ്ഥാന ഗവൺമെൻറ് ആയാലും നന്നായിട്ട് ഇടപെടുന്നുണ്ട്. ഇനിയും കൂടുതൽ ഇടപെടാൻ സാധിക്കും. സംസ്ഥാന ഗവൺമെൻറ്റിന് ഇടപെടുന്നതിന് പരിധികളുണ്ട്, എന്നാൽ കേന്ദ്ര ഗവൺമെൻറ്റിന് കുറച്ച് കൂടി ചെയ്യാൻ പറ്റും. അത് എല്ലാവരും വേണ്ടതുപോലെ ചെയ്താൽ ഇനിയും കൂടുതൽ നമുക്ക് ഹാജിമാർക്ക് സൗകര്യം ചെയ്യാൻ സാധിക്കുമെന്ന് തന്നെയാണ് വിശ്വാസം. പിന്നെ യാത്ര എന്ന് പറയുന്നത്, യാത്ര പരിചയമില്ലാത്ത വയോധികരാണ് പലപ്പോഴും നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പോകുന്നത്. എനിക്ക് നിങ്ങളുടെ ചാനൽ മുഖേന ജനങ്ങളോട് പറയാനുള്ളൊരു കാര്യം, പ്രായം കൂടുതൽ ആകുന്നതിൻ്റെ മുമ്പ്, അവശതകൾ അനുഭവിക്കാൻ തുടങ്ങുന്നതിൻ്റെ മുമ്പ്, ചോദ്യം നിങ്ങൾ ചോദിക്കാതെ തന്നെ ഞാൻ പറയാണ്. ഞാനും എൻ്റെ വൈഫും പോകുമ്പോൾ ഞങ്ങൾ കൂടുതൽ പ്രായമുള്ളവരല്ല, അതുകൊണ്ട് ഞങ്ങളെ കൂടെയുള്ള ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല. അതേസമയം നമ്മൾ നേരെ കാണുകയാണ് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. പെരുന്നാളിൻ്റെ അന്ന് ജംറത്തുൽ അഖബയിലേക്ക് കല്ലെറിയാൻ പോകുന്ന വഴി ആ ഏറ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്ക് ഗവൺമെൻറ് മാറ്റിയിട്ടുണ്ടാകും അവിടുത്തെ പോലീസ് ട്രാഫിക് സംവിധാനം. അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നത്
ഞാൻ പോയ കഴിഞ്ഞ തവണ ഈ 2023 തിരിച്ചു വരുമ്പോൾ ഒരു 15 കിലോമീറ്റർ നടന്നിട്ടുണ്ടാവും. ഈ വൃദ്ധരായ ആളുകൾ, അവശരായ സ്ത്രീകളൊക്കെ ആണെങ്കിൽ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റൂല. അത്തരം ഒരു സാഹചര്യം ഇല്ലാതെ തന്നെ നമ്മൾ എത്ര ആരോഗ്യവാന്മാരാണെങ്കിലും എന്തും സംഭവിക്കാം, അത് നമ്മൾ വേറെ മനസ്സിലാക്കണം. എന്നാൽ പോലും ഹജ്ജിന് പോകാൻ നേരത്തെ തന്നെ തയ്യാറാകുക, ആരോഗ്യമുള്ള സമയത്ത്, സമ്പത്തുള്ള സമയത്ത് പോവുക, മറ്റുള്ളവരുടെ ദയാദാക്ഷിണ്യങ്ങൾക്ക് കാത്തു നിൽക്കാതെ, മറ്റുള്ള ഏതെങ്കിലും സംഘടനകളുടെ ഹെൽപ്പും വീൽ ചെയറും കാത്തു നിൽക്കാതെ തന്നെ ഹജ്ജ് ചെയ്യാൻ പോകണം എന്നുള്ളൊരു നിർബന്ധം ഉണ്ടാകുന്നതായിരിക്കും അഭികാമ്യം എന്ന് ഞാൻ നിങ്ങൾ മുഖേന ജനങ്ങളോട് പ്രത്യേകം. അങ്ങനെയെങ്കിൽ ഹജ്ജ് കമ്മിറ്റിക്ക് അതൊരു ക്യാമ്പയിനായി ഏറ്റെടുത്തുകൂടെ? കാരണം യുവാക്കൾക്കിടയിൽ ഹജ്ജ് പ്രോത്സാഹിപ്പിക്കുക എന്നത് അതിന് വലിയ സാധ്യതകളുണ്ടല്ലോ. ഹജ്ജ് കമ്മിറ്റിക്ക് അതിനൊരു മുൻകൈ എടുത്ത് പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഒരുക്കിക്കൂടെ? അത് ഹജ്ജ് കമ്മിറ്റിക്ക് ഏറ്റെടുത്ത് നടത്താൻ, അങ്ങനെ ഒരു ക്യാമ്പയിൻ നടത്താൻ പറ്റുമോ, അതിൻ്റെ സാധ്യത എന്താണ് എന്നുള്ളത് ഇനി ഇൻഷാ അല്ലാഹ് ചിന്തിച്ചിട്ട് പോകണം. പക്ഷേ അങ്ങനെയൊക്കെ ആകുമ്പോഴും ഇനി വരുന്ന ന്യൂ ജനറേഷൻ മാത്രമല്ലേ അത് സാധിക്കുള്ളൂ. ഇപ്പോൾ തന്നെ പ്രായം കൂടി നിൽക്കുന്ന കുറേ ആളുകളുണ്ട്. അവർക്ക് മറ്റുള്ള രീതിയിലൊക്കെ സാധിക്കുമെങ്കിൽ അപ്പോൾ അവർക്ക് പോകേണ്ടി വരും. അവിടെ നമ്മൾ തൽക്കാലം ഈ നിയമം അപ്ലൈ ചെയ്യാൻ സാധിക്കൂലല്ലോ. ഇൻഷാ അല്ലാഹ് അപ്പം അത് ക്രമേണ ശരിയാവും. ഞാൻ മനസ്സിലാക്കുന്ന ഇന്തോനേഷ്യയിൽ നിന്ന്, മലേഷ്യയിൽ നിന്നൊക്കെ അവർ ആ നല്ല യുവാക്കളും യുവതികളും ആരോഗ്യമുള്ള സമയത്താണ് ഏറ്റവും കൂടുതൽ ആളുകൾ. നമ്മുടെ നാട്ടിൽ അങ്ങനല്ല, പ്രായം കൂടിയ ആളുകളാണ് അധികവും ഹജ്ജിന് പോകുന്നത്. അത് ഈ വ്യത്യാസം, അവിടെ ചെന്നാലുള്ള പ്രയാസം ഇതൊന്നും വേണ്ടതുപോലെ ഉൾക്കൊള്ളാത്തത് കൊണ്ടായിരിക്കാം. ഒരു ക്യാമ്പയിൻ നടത്തിയാൽ ഫലവത്താകും എന്നതിൽ തർക്കമില്ല. സ്ലോ ആൻഡ് സ്റ്റഡി ആണെങ്കിലും അവസാനം വിജയിക്കും എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ ചേർത്ത് വായിക്കേണ്ടതാണ് വനിതാ ഹാജിമാർ നേരിടുന്ന പ്രയാസങ്ങൾ. ഇപ്പം പ്രത്യേകിച്ച് മഹ്റമില്ലാത്ത വിഭാഗം എന്നൊരു കാറ്റഗറി തന്നെയുണ്ട്. വനിതാ ഹാജിമാരുടെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിലും കുറെ കൂടി ശ്രദ്ധ ചെലുത്തേണ്ടതില്ലേ? വിത്തൗട്ട് മഹ്റം കാറ്റഗറി ഈ ഇടെയാണല്ലോ നമ്മൾ ആരംഭിച്ചത്. ഒരുപാട് സ്ത്രീകൾ അതിൽ യാത്ര ചെയ്യാൻ തയ്യാറായിട്ടുണ്ട്. അങ്ങനെ യാത്ര ചെയ്ത് പോയി തിരിച്ചു വന്ന പലരും ഞങ്ങൾക്ക് പുരുഷന്മാരെ കൂടെ അല്ലാതെ പോയിട്ടൊരു പ്രയാസവും ഇല്ല എന്ന് പറഞ്ഞവരുണ്ട്. എന്നാൽ വിത്തൗട്ട് മഹ്റം കാറ്റഗറിയിൽ പോയ നല്ല വിദ്യാഭ്യാസമുള്ള, നല്ല ആരോഗ്യമുള്ള ചിലരൊക്കെ ആ വിത്തൗട്ട് മഹ്റം കാറ്റഗറിയിൽ പോയാൽ അനുഭവപ്പെടുന്ന ചില പ്രയാസങ്ങളും അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ അവർ നേരിട്ട പ്രയാസങ്ങൾ, അതിൻ്റെ പ്ലസ് പോയിൻറ്റുകളും അതിൻ്റെ മൈനസ് പോയിൻറ്റുകളും ഒക്കെ വിലയിരുത്തിയിട്ട് കേരള ഹജ്ജ് കമ്മിറ്റിക്ക് അതിലെന്തെങ്കിലും തരത്തിൽ ഇടപെടൽ ആവശ്യമുണ്ടോ എന്നുള്ളത് പരിശോധിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് വല്ലതും ചെയ്യേണ്ടതുണ്ടോ എന്ന് തീരുമാനിക്കാൻ പറ്റൂ. അതുപോലെ തന്നെ ഹാജിമാർ നേരിടുന്ന മറ്റൊരു വെല്ലുവിളി ആരോഗ്യപരമായ പ്രശ്നങ്ങളാണ്. പലപ്പോഴും ഇപ്പോൾ സാർ പറഞ്ഞ പോലെ തന്നെ പ്രായമേറിയ ഹാജിമാർ നല്ല തോതിൽ പ്രത്യേകിച്ച് ഈ ഗവൺമെൻറ്റിൽ പോകുന്ന ഗ്രൂപ്പുകളിൽ ഉണ്ടാവാറുണ്ട്. ഈ ആരോഗ്യ പ്രതിസന്ധികളൊക്കെ നേരിടാൻ ആവശ്യമായ സൗകര്യങ്ങളൊക്കെ കുറച്ചുകൂടി മെച്ചപ്പെടുത്തേണ്ടതുണ്ടോ? നമ്മൾ ഹാജിമാർക്ക് നിർബന്ധമാക്കുന്ന, ഹജ്ജ് കമ്മിറ്റി നിർബന്ധമാക്കുന്ന ഈ മെഡിക്കൽ ചെക്കപ്പും കുത്തിവെപ്പും മറ്റുമൊക്കെ കൃത്യമായി തന്നെ എടുക്കണം. ഏതെങ്കിലും ഒരു മെഡിക്കൽ ഓഫീസർ അതൊന്നും ചെയ്യാതെ തന്നെ, നടത്തേണ്ട ടെസ്റ്റുകൾ നടത്താതെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ ആ ഡോക്ടർമാരും മറ്റും ശ്രദ്ധിക്കേണ്ടതാണ്. നമുക്ക് ഈസി ആയിട്ട് ടെസ്റ്റുകൾക്ക് സാമ്പിൾ കൊടുക്കാതെ തന്നെ സർട്ടിഫിക്കറ്റ് കിട്ടും എന്ന് മനസ്സിലാക്കിയിട്ട് ആ സർട്ടിഫിക്കറ്റും വാങ്ങി പോകാതെ ഹാജിമാർ ഇത് ഞങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കി അവിടെ ചെന്ന് മിന, അറഫ പോലുള്ള പുണ്യസ്ഥലങ്ങളിൽ ചെന്നിട്ട് ആരോഗ്യമില്ലാത്തതുകൊണ്ട് ക്ഷീണിച്ചുറങ്ങേണ്ടി വരുന്ന ഒരവസ്ഥ നമ്മൾ തന്നെയാണല്ലോ ശ്രദ്ധിക്കേണ്ടത്. അത് വരാതെ ശ്രദ്ധിക്കാൻ ഈ ആരോഗ്യ മേഖലയിൽ നമുക്കിതുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഗവൺമെൻറ് നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. ഗവൺമെൻറ് കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ അക്ഷരം പ്രതി അനുസരിക്കുകയാണെങ്കിൽ തന്നെ വലിയൊരു മാറ്റം ഉണ്ടാവും. അതേസമയം കാലാവസ്ഥ ഏതാനും വർഷങ്ങൾ നല്ല ചൂടായിരിക്കും. ആ സമയത്ത് യാത്രക്കാർ സ്വയം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതൊന്നും തടയാൻ മറ്റ് സൗകര്യങ്ങളൊന്നും ഉണ്ടാവില്ല, പ്രത്യേകിച്ച് ജനലക്ഷങ്ങൾ സംബന്ധിക്കുന്നൊരു പ്രോഗ്രാം ആയതുകൊണ്ട്. ഞാൻ ഉസ്താദിൻ്റെ സ്ട്രൈറ്റിൽ വരുന്നൊരു ചോദ്യം കൂടി ചോദിക്കുകയാണ്. ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം ഉസ്താദുമായിട്ട് വളരെ വലിയ ഒരു ആത്മബന്ധമുണ്ട്. 4 പതിറ്റാണ്ടിലധികം നീളുന്നൊരു ബന്ധമാണത്. ഉസ്താദിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യരുടെ പേര് പറഞ്ഞാൽ ഉസ്താദ് ഒരു പക്ഷേ ആദ്യം പറയുന്ന പേരുകളിലൊന്ന് ചുള്ളിക്കോട് ഉസ്താദിൻ്റെ പേരായിരിക്കും. ആ ഒരു ആത്മബന്ധം തരുന്ന കരുത്ത് എത്രത്തോളമാണ്? ആ ആത്മബന്ധം തന്നെയാണ്
എൻ്റെ ജീവിതം മുഴുവൻ. കാരണം ഞാൻ കേവലം 5ാം ക്ലാസ് സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി 6ാം ക്ലാസ്സിലേക്ക് വിജയിച്ചതിന് ശേഷം TCയും വാങ്ങി പോന്നതാണ്. പിന്നീട് പ്രൈവറ്റ് ഓവറേജ്ഡ് കാൻഡിഡേറ്റായി മർക്കസിൽ വന്നതിന് ശേഷം ഉസ്താദിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ മതം പഠിക്കുന്ന കൂട്ടത്തിൽ മറ്റ് വിദ്യാഭ്യാസവും കൂടി പഠിക്കുന്നവരെ കണ്ടപ്പോൾ അങ്ങനെ ഒരു താല്പര്യം ഉണ്ടായതാണ് പ്രൈവറ്റായിട്ട് SSLC എഴുതണം എന്നുള്ളത്. ഉസ്താദിൻ്റെ തന്നെ മോട്ടിവേഷൻ കാരണമായിട്ട് അവിടുന്ന് അങ്ങോട്ട് PGയും PhDയും പിന്നീട് LLBയും LLMും ഒക്കെ ചെയ്യാൻ സാധിച്ചത്. എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് മറ്റൊരാളെപ്പറ്റി അദ്ദേഹമാണ് എൻ്റെ ജീവിതത്തിൻ്റെ മുഴുവൻ ആശ്രയവും എന്ന് പറയുന്നത് ശരിയാണെങ്കിൽ എനിക്ക് പറയാനുള്ളത് എൻ്റെ എല്ലാ ഉയർച്ചയുടെയും എൻ്റെ എല്ലാ പുരോഗതിയുടെയും എല്ലാം അടിസ്ഥാനം ബഹുമാനപ്പെട്ട ഷെയ്ഖുന സുൽത്താനുൽ ഉലമാ ഉസ്താദ് തൗവലല്ലാഹു ഉംറഹു ഉസ്താദ് അവർകൾ തന്നെയാണ്. ഈ ദൗത്യത്തിന് നിന്നതും ഉസ്താദ് അവർകൾ പറഞ്ഞതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ ഉസ്താദിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഉസ്താദ് ഒരു ബഹുഭാഷാ പണ്ഡിതനാണ്, അതോടൊപ്പം തന്നെ ഇപ്പോൾ അഭിഭാഷകൻ കൂടിയാണ്. അതുകൂടിയും ഈ ഒരു ദൗത്യത്തിൽ പുതിയ കരുത്താകില്ലേ? സ്വാഭാവികമായിട്ടും ഞാൻ ഇന്നലെ മനസ്സിലാക്കുന്നത് മിനിസ്റ്ററുടെ ചേംബറിൽ വെച്ചും പിന്നീട് മാസ്കറ്റ് ഹോട്ടലിൽ വെച്ചുമൊക്കെ ചർച്ച നടത്തുമ്പോൾ മറ്റ് ഈ ഹജ്ജ് കമ്മിറ്റിയിലെ മറ്റ് മെമ്പർമാർക്ക് പോലും നമ്മളോട് ഒരു പണ്ഡിതൻ എന്നതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു റെസ്പെക്റ്റിനേക്കാൾ കൂടുതൽ പണ്ഡിതൻ കം ഒരു അഭിഭാഷകൻ എന്ന് അവർക്കൊക്കെ അറിയുന്നത് കൊണ്ട് ആ രീതിയിൽ അവർ ഒരു പ്രത്യേക റെസ്പെക്റ്റ് തരുന്നു എന്ന് തോന്നിപ്പോയി. അവർ ആ അടിസ്ഥാനത്തിൽ തന്നെ എല്ലാ കോപ്പറേഷനും പ്രോമിസ് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ഇത്രയും നേരം നമ്മളോടൊപ്പം സഹകരിച്ച് ഒരുപാട് നന്ദി. ഉസ്താദിന്റെ യാത്ര സുഗമമാവട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. താങ്ക് യു. എല്ലാ സഹായവും സഹകരണവും ആവശ്യപ്പെടും. ഓക്കെ, തീർച്ചയായിട്ടും. waytonikah.com, the exclusive Muslim matrimonial site.